കണ്ണാപ്പി എടാ കണ്ണാപ്പി അണ്ണാ അണ്ണാ ഹലോ ഹലോ ആ എല്ലാം അടിച്ചു ചേട്ടാ വന്നിട്ടുണ്ടേ. അണ്ണാ ഒറ്റ മിനിറ്റ് അണ്ണാ ലൈസിന്റെ പൊടി മൗസിന്റെ അടിയുടെ ഇടയ്ക്ക് ഇത് ലൈസിന്റെ പൊടി അവന്റെ കാലിലെന്തോ അടിയുണ്ടോ? ഇതെന്റെ വിരമിക്കുകയാണ്, ഇതെന്റെ റിട്ടയർമെന്റാ. ധോണി വിരമിച്ച കണക്ക് ഒരു പ്രൈം ടൈം ഞാൻ സീരിയസ്ലി അല്ല അടിക്കാൻ റീസൺ ഉണ്ടോ? അതേ പോയി അല്ല നമ്മളെല്ലാം പോയി. ഇതിപ്പോ ഇറങ്ങുമ്പോ ഇത് എവിടെ ചെന്ന് അടിക്കല്ലേ ഞങ്ങൾ ഭൂമിക്കടി പോയി. ആരും അടിക്കല്ലേ ഇത് എപ്പടി ഡ്രൈവർ എപ്പടിച്ചാ റെഡിയാവും. അയ്യോ വെള്ളത്തി വാസുണ്ണം വെള്ളത്തി കേട്ടോ, വാസുണ്ണം വെള്ളത്തി. നല്ല ഐശ്വര്യല്ലേ? ഇല്ല വാസുണ്ണം ഉണ്ട്. ബൈക്കിലൊക്കെ പോണ ഓ ചത്ത് സക്കീറ് എന്താളിയാ സക്കീറൊക്കെ അതിന്റെ ഇടയിൽ ബൈക്കിൽ പോണ നോക്ക് എന്റെ ആള് എന്തൊരു സീനതൊക്കെ. എല്ലാവരും വണ്ടികൾ ഇങ്ങോട്ടും മല കയറാൻ തുടങ്ങി തോന്നാട്ടോ ഗൈസ്. ഐ റിപ്പീറ്റ്, എല്ലാവരും മല കയറാൻ തുടങ്ങി. TGA കൊമ്പന്റെയും TGA സിഗ്മാബോയുടെയും വണ്ടി മല കയറി പോകുന്നുണ്ട്. ആ മലയുടെ ആ വണ്ടിയുടെ പുറകിൽ വേറൊരു TVയുടെ ഒരു 3-4 വണ്ടി കയറി പോകുന്നത്. TVയുടെ വണ്ടി വീണ്ടും മല നല്ല രീതിയിൽ കയറുന്നുണ്ട്. നല്ല ഹൈറ്റിൽ കയറി പോകുന്നുണ്ടായിരുന്നു. ഇല്ല, അവിടെ തന്നെ ഹോൾഡ് ചെയ്തു. നല്ലൊരു വ്യൂ ഉണ്ട് ഇവർക്ക്. ആക്ച്വലി താഴെ നിന്ന് എല്ലാവരും അത്യാവശ്യം നല്ലൊരു ക്ലിയർ വ്യൂ കിട്ടുന്നുണ്ട്. വണ്ടി എവിടെ കൂടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് കോള് കൊടുക്കാൻ എളുപ്പമായിരിക്കും. TGയുടെ എല്ലാ വണ്ടികളും ആർത്തലച്ച് പറന്നു വരികയാണ്. TVയുടെ മെമ്പേഴ്സ് ഇറങ്ങി അടിക്കുന്നുണ്ട്, ദാമു ഇറങ്ങി അടിക്കുന്നുണ്ട്. ഒരാൾ മാത്രം വണ്ടി ഇറങ്ങിയെന്ന് അടിക്കുന്നുണ്ട്, ഫയർ ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിൽ ഫിറ്റിംഗ് നടക്കുന്നുണ്ട്. TVയുടെ 2 വണ്ടിയാണ്, കൊമ്പന്റെയും അതേപോലെ തന്നെ TGA സിഗ്മാബോയുടെ വണ്ടി പിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പിറ്റ് ചെയ്തു. വണ്ടി മറിഞ്ഞില്ല എന്നുണ്ട് സൈഡിൽ കൂടെ പോയിരിക്കുകയാണ്. അവിടുന്ന് നല്ല രീതിയിൽ TGയുടെ ഫയർ വന്നേക്കാണ്. TGയുടെ ആൾക്കാർ നിന്ന് വെടിവെക്കുകയാണ്. ടയറിലേക്ക് ഈ ഒരു വണ്ടി കുത്തനെ മറിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുന്ന് ഇവിടുന്ന് ആർത്തടിച്ചടിയാണ് അവിടുന്ന് അടിക്കുന്നത്. ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള ഗൺഫയറുകൾ വരുന്നുണ്ട്. TGയുടെ വണ്ടി ഒരു സൈഡിൽ മൊത്തം ഹോൾഡ് ചെയ്യുന്നുണ്ട്. TVയുടെ ആൾക്കാർ അതുപോലെ തന്നെ ഇറങ്ങി അടിക്കുന്നുണ്ട്. TVയുടെ ആൾക്കാർ ഒരു സൈഡ് ഹോൾഡ് ചെയ്യുന്നു, TGയുടെ ആൾക്കാർ സൈഡിൽ നിന്ന് മറ്റേ അപ്പുറത്തുനിന്നും മാറി ഇടിയാണ്. ചിന്ന ഭിന്നം ഇറങ്ങിയടിയാണ് ഇപ്പൊ കാണുന്നത് ഗൈസ്. കുറെ വണ്ടികളുടെ ടയറുകൾ പൊട്ടിയിട്ടുണ്ട്. ടയറുകളൊക്കെ പോയിട്ടുണ്ട്. TGയുടെ ഒരു ടയർ പൊട്ടി വണ്ടി പോകുന്നത്. TGയുടെ ഒരു 2-3 വണ്ടികളുടെ ടയർ പൊട്ടി. അതേപോലെ തന്നെ TVയുടെയും ടയറുകളും പൊട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തതയില്ല. വണ്ടി റിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവരൊരു റിപ്പയർ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ് ഇവർ ഹോൾഡ് ചെയ്തേക്കുന്നത്. വണ്ടി റിപ്പയർ ചെയ്യാൻ എളുപ്പമാണ്. അവര് വീണ്ടും അങ്ങ് പുഷ് ചെയ്ത് പോകും. കളിച്ചില്ല, എനിക്ക് ക്രാഷ് ആയിക്കൊണ്ടിരിക്കുന്ന കേറിയില്ല. റിപ്പയർ ചെയ്യുക അടിക്കുക. കൊള്ളാം, നല്ലൊരു പരിപാടിയാണിത്. TVയുടെ ഈ ഒരു വണ്ടീനെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇച്ചിരി പണി കിട്ടിയെന്നാണ് തോന്നുന്നത്. ഒരൊറ്റ വണ്ടിനെ നല്ല രീതിയിൽ ആൾക്കാർ അടിച്ചോണ്ടിരിക്കുവാണ്. TVയുടെ മെമ്പേഴ്സ് ഇവിടെ മിക്കവാറും ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ് കൺഫയർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഫ്ലഫി ഇവിടെ ടാഗ് കൊടുത്തു, ഫ്ലഫിക്ക് തിരിച്ച് ടാഗ് കിട്ടുന്നുണ്ട്. ഫ്ലഫിക്ക് നല്ല കൺഫയർ ആണ് കിട്ടുന്നത്. സ്റ്റീവ് മണ്ടയ്ക്ക് അടിക്കുന്നുണ്ട്. ആരാണ് അതിന്റെ ഡൗൺ ആവാൻ പോകുന്നത്? TGനെ അവിടെ ഒരു നല്ല രീതിയിൽ അവിടെ എന്താ പറയാ ഒരു ഹോൾഡ് ചെയ്ത് നിർത്തിയേക്കുവാണ്.
പരിന്തുവാസം അവിടെ നിന്ന് മാറി നിന്ന് അടിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള റൺഫയർ അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇൻബിറ്റ്വീൻ അങ്ങോട്ട് ആരോ വണ്ടി ഓടിച്ച് കളിക്കുന്നുണ്ട്. ഇതാരത്? ട്രിക്കി ആണെന്ന് തോന്നുന്നു. ട്രിക്കി അവിടെ നല്ല രീതിയിൽ വണ്ടി ഓടിച്ച് കളിക്കുന്നുണ്ട്. എല്ലാവരും പയ്യെ വണ്ടി എടുത്ത് പോകുന്ന പരിപാടിയാണ്. ഇവിടെ ഒരു 4 വണ്ടി ടിവിയുടെ ഒരു 4 വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കെവിൻ ഇറങ്ങി, ശ്രീൽ ഇറങ്ങി, എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് വണ്ടി. ഇപ്പോൾ നല്ലൊരു കിടില ഒരു പിക്ക് കാണാൻ നമുക്ക് ചാൻസ് ഉണ്ടോ ഇല്ലയോ? നല്ല രീതിയിൽ അവിടെ ഇടിച്ചു തെറിപ്പിച്ചു. ഇവിടെ ഒരു പ്ലെയറെ വട്ടത്തിലിട്ട് അടിക്കുവാണ്. സിഗ്മ പോയി ഡൗൺ ആവുമോ ഇല്ലയോ? ഡൗൺ ആയിട്ടില്ല. അവിടെ നല്ല രീതിയിൽ കൺഫയർ കൊടുക്കുന്നു. ഇതുവരെ ആരും ഡൗൺ ആയിട്ടില്ല. ഡൗൺ ആവുമോ? ഡൗൺ ആയി. ഫസ്റ്റ് കിൽ എടുത്തിരിക്കുന്നു ടിവിയെ കെവിൻ. നമ്മളുടെ ടിജിയുടെ ബാബ്സിനെ എടുത്തിരിക്കുന്നു. ടിജിയുടെ അടുത്ത പ്ലെയർ ഡൗൺ ആയിട്ടില്ല. ടിജി പുഷ്പ ഡൗൺ ആയിരിക്കുന്നു. 2 പ്ലെയർ ഡൗൺ ആയിട്ടുണ്ട്. പുഷ്പ വണ്ടി ഇടിച്ചു പൊട്ടിത്തെറിച്ചു. ടിജി പുഷ്പ ഡൗൺ ആയിട്ടുണ്ട്. വീഡിയോ ഇവിടെ നമ്മളെ വണ്ടി ഒന്നും കാണുന്നില്ലല്ലോ. ഇടിയെന്നോ? ഇതതിന് വാറല്ലല്ലോ ഇതിന്. അയ്യോ, അവിടുന്ന് ബാലൻകെ നേരെ ഇവിടെ മണ്ടയ്ക്കൊന്ന് അടിച്ചോണ്ടിരിക്കുവാണ്. ബാലൻ അവിടുന്ന് നല്ല രീതിയിൽ ടാഗ് കൊടുക്കുന്നുണ്ട്. ടിവിയുടെ പ്ലേസ് ഈ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് കയറിയിട്ടുണ്ട്. 1 അല്ല 3 പേര് 4 പേര് അടുപ്പിച്ച് മണ്ണിൽ കയറിയിട്ടുണ്ട്. പയ്യെ റിപ്പയർ അടിക്കാൻ പോവാൻ തോന്നുന്നു. അവരുടെ വണ്ടികളെല്ലാം ടയർ പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, ടി ജി അവിടുന്ന് ഓക്കെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഒരു വണ്ടി ടിജിയുടെ, ഒരു വണ്ടി ടിവിയുടെ 2 വണ്ടികളോട് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പയ്യെ ടിജിയുടെ വണ്ടികളെല്ലാം പോയ വണ്ടികളെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. 3 വണ്ടി ടിവിയുടെ വന്നിട്ടുണ്ട്. ടിജിയുടെ ആൾക്കാരെ ഇത്രയും ദൂരത്ത് അടിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും ദൂരത്ത് അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഒരു വണ്ടീനെ അവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും സംഭവിക്കില്ലെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം ഇത് നല്ലൊരു റിസ്കി ആയിട്ടുള്ള പരിപാടിയാണ്. മിക്കവാറും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ടിവിയുടെ ആൾക്കാർ ടയർ അടിച്ച് പൊട്ടിക്കാനാണ് നോക്കണം തോന്നുന്നു. ടയർ അടിച്ച് പൊട്ടിക്കാൻ നോക്കുകയാണ് വണ്ടി. അതേ വണ്ടിയുടെ ടയർ അടിച്ച് പൊട്ടിക്കാൻ നോക്കുകയാണ്. ഒരു നല്ലൊരു റൺഫയർ നമുക്കിവിടെ പ്രതീക്ഷിക്കുന്ന. നിങ്ങൾ ഇത് കാണുക, വണ്ടികൾ ചാടിപ്പറന്ന് പോകുന്ന നിമിഷം. ഒരു വണ്ടി ടിവിയുടെ വണ്ടി, ഒരു ടിവിയുടെ വണ്ടി ടിജിയുടെ 3 വണ്ടികളുടെ അടുത്താണ് ഇപ്പോൾ വരുന്നത്. ഇറങ്ങി ഒരു അടി കിടിലം അടി കാണാൻ പറ്റുന്നതാണ് ഗൈസ്. നല്ല രീതിയിൽ ഫയർ നടക്കുന്നു. അവിടെ ആരും ഡൗൺ ആയിട്ടില്ല. പക്ഷേ ടിജിയുടെ എല്ലാ മെമ്പേഴ്സും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. 2 വണ്ടിയിലെ മെമ്പേഴ്സ് മൊത്തത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ടിജിയുടെ ഒരു വണ്ടിയുടെ അടുത്ത് അടുത്താൾ ഇറങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും ഡൗൺ ആകുമോ? ചന്ദ്രൻ ഡൗൺ. ടിവി ചന്ദ്രൻ അവിടെ പിക്ക് എടുത്തിട്ടുണ്ട്. ജോസൂട്ടി, അതാ ജോസൂട്ടി അടുത്തൊരു പിക്കിന് വേണ്ടി വീണ്ടും ട്രൈ ചെയ്യുകയാണ്. ജോസൂട്ടി അവിടെ കോള് വിളിക്കുന്നുണ്ട്. പക്ഷെ ജോസൂട്ടി അവിടെ ഒറ്റയ്ക്കാണ്. ജോസൂട്ടി അവിടെ എന്തെങ്കിലും ചെയ്യുമോ? ജോസൂട്ടി അവിടെ ഒരു പിക്കിന് വേണ്ടി വീണ്ടും നോക്കുന്നുണ്ട്. ജോസൂട്ടി പരിദോസിന് ടാഗ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. ജോസൂട്ടി അവിടെ നല്ല രീതിയിൽ പരിദോസിന് ടാഗ് കൊടുക്കുന്നുണ്ട്. ജോസൂട്ടി പരിന്തോസനം എടുക്കുമോ ഇല്ലയോ? ഇല്ല, ജോസൂട്ടി പരിന്തോസനം എടുത്തിട്ടില്ല. പരിന്തോസ് 1 HP ആണ്. ഇത് അടുത്ത പിക്കിറക്കാൻ വേണ്ടി വരുന്നു. ഓടുന്ന പരിന്തവാസു ഡൗൺ ആയിരിക്കുകയാണ്. ടിവി ട്രിക്കിനെ അവിടെ അടിച്ചിരിക്കുന്നു. ടിവി 3 പേര് ഡൗൺ ആയിരിക്കുകയാണ്. അതേപോലെ തന്നെ 3 പേര് ഡൗൺ ആണെന്നുണ്ട്. അടുത്ത ടിജിയുടെ ഇറങ്ങിയത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടന്നാണ് അവിടെ ഗൺഫയർ നടക്കുന്നത്. ടിജിയെ സിഗ്മ ബോയ് ഇവിടെ ഡൗൺ ആയിട്ടുണ്ട് ഗൈസ്. അതിനിടയ്ക്ക് നമ്മൾ കാണാത്ത ഒരു പിക്കാണ് ടിവിയെ സിഗ്മ ബോയ്. ടിജി സിഗ്മ ബോയ് ഡൗൺ ആയിട്ടുണ്ട്. ദാമൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും വണ്ടികളെല്ലാം തിരിച്ചു പോയിട്ടുണ്ട്. സ്റ്റീവ് അവിടെ നിന്ന് വീണ്ടും വണ്ടി നൈസായിട്ട് അവിടെ സൈഡ് വെച്ചിട്ടുണ്ട്. സ്റ്റീവിന് കറക്റ്റ് ആയിട്ട് നല്ലൊരു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? കാരണം അത് ആര് ഓടിച്ചാരാണ്? ഓടിച്ചാരാണ് വണ്ടി ഓടിച്ചാ വണ്ടി ഓടിച്ചത് ട്രിക്കി. പക്ഷെ 100 വട്ടം പറഞ്ഞു ചന്ദ്രനോട്. ഞാനും പറഞ്ഞു ഇറങ്ങല്ലേ ഇറങ്ങല്ലേ. ചന്ദ്ര പെട്ടെന്ന് ഇറങ്ങിയിട്ട് അല്ലാതെ വെടികൊണ്ട് എത്തല്ല. ആ വണ്ടിയിൽ കിണഞ്ഞു വീണ്. അല്ലല്ല, കിണഞ്ഞു വീണപ്പോ വെടി വെച്ച്. ആണോ? അങ്ങനെ കിണഞ്ഞു വീണ്. അവന് വെടിയുണ്ട്. കിണഞ്ഞു വീണപ്പോ വെടിയുണ്ടത്. മറ്റേ തറ കിടക്കുന്ന സമയത്ത് ചന്ദ്രൻ എടാ അവിടെ ഒറ്റ ഒരുത്തിനുള്ളായിരുന്നു. നല്ല കളിയായിരുന്നു. ഞങ്ങൾ 3 പേരും മര്യാദക്ക് ഇറങ്ങിയിരുന്നേ അവിടെ. അപ്പൊ ചന്ദ്രൻ പറഞ്ഞു അവനെ അടിക്കാന്ന്. ഞങ്ങൾ അടിക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ട്രിക്കി പറഞ്ഞു വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. ചന്ദ്രൻ അപ്പോഴത്തേക്കിന് വണ്ടിക്കകത്തൊന്നും അറിയാതെ ഇറങ്ങിപ്പോയി. അവനൊരു അബദ്ധം പറ്റി അവിടെ. അവൻ അവിടുന്ന് വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിന് ഇവൻ ചാത്തെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഇവൻ വണ്ടിക്കടിയിലുണ്ട്. സൈഡിൽ വീണെന്ന് വിചാരിച്ചു. ഇവനെ രക്ഷിക്കണമെന്ന് വിചാരിച്ചു. ഒരുത്തനെ ഉള്ളല്ലോ കയറി അടിക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവനെ ഞങ്ങൾ അടിച്ചു. അവനെ അടിച്ച ട്രിക്കി കൊടുത്തു. ഞങ്ങൾ 2 പേരും മാറി കൊടുത്താണ്. അവൻ മറ്റേ എടാ ഈ റിഡ്ജിൽ റോൾ ചെയ്യുമ്പോഴേ ടെലിപ്പോർട്ട് ആവൂലേ, താഴെ പോണ് മേളി വരുന്നത്, അങ്ങനെ ഇരിക്കുവായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു
എടാ എടാ നീ ഇത് നോക്കി ഈ പി ഒ നോക്കി അവന് വെടി കൊണ്ടില്ലടാ ചന്ദ്രന് വെടി കൊണ്ടിട്ടില്ല. ഇല്ല ചെറുതായിട്ട് എന്തോ ഉണ്ടായിരുന്നു മനസ്സിലാടാ. അവനെ കില്ല് ഫീൽഡിൽ അവന്റെ പേരാണ് കാണിച്ചത്. ആ ഒരു വണ്ടിയെ കിട്ടിയിട്ടുണ്ട്, വണ്ടി മറിഞ്ഞിട്ടുണ്ട്. ആ നല്ലല്ലോ. ഒരു വണ്ടിയിൽ ഇരുന്ന് നല്ല രീതിയിൽ അങ്ങ് ഫിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. വണ്ടി ബാക്കിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നൈസായിട്ട് നമ്മളെ ടിവി എടുത്ത വണ്ടിയാന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാന്നുള്ളൊരു പരിപാടിയെന്ന് തോന്നുന്നു. ഇതാ അടുത്തൊരു വണ്ടി, ടിവിയുടെ ഒരു വണ്ടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഇറങ്ങി അടിക്കാൻ പോവാൻ തോന്നുന്നു. അതിനിടയ്ക്ക് ആ ടിവിയുടെ വണ്ടി നമ്മളെ ബാലിനെടുത്തോണ്ട വണ്ടിയാണ്. ആ വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോയിരിക്കൂ. ഓക്കെ, ഞങ്ങളിപ്പം മേളിൽ പോകുമ്പോഴാണ് അമ്മരെ കാണുന്നത്. നോക്കിയതാ ഇവിടെ ഒറ്റ വണ്ടി ഉള്ളായിരുന്നു, ഒരുത്ത. ഞാൻ കണ്ടേ, ഞാൻ ലൈവിൽ അത് കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഈ ഒരു ആ ഒരു സീൻ കാരണമാണ് 3 പിക്ക് പോയത്. അങ്ങനെ തന്നെ ഒരു പിക്കിന് വേണ്ടിയിട്ട് 3 പിക്ക് പോയി, മനസ്സിലായില്ലേ? ഇല്ല എടാ, ഇവനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് തിരിച്ചുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഇത് ഇതായപ്പോഴത്തേനും ആകെ ഇതായി. ഇവൻ താഴെ റോൾ ചെയ്തതാ ഈ ലെഫ്റ്റ് സൈഡ് വരുമ്പോഴാണ് ഇവനെ എടുക്കുന്നത്. അപ്പോഴത്തേനും 4 പേര് വന്ന് കുത്തും. ടയർ പൊട്ടി. ഓക്കെ, നല്ല റിസ്കിലാണ് ജിപ്സി. ഇതാ ഒറ്റയ്ക്കാണ് ടയർ പൊട്ടിയ വണ്ടിയിൽ പോകുന്നത്. കൊമ്പൻ അവിടെ നിൽക്കുന്നുണ്ട് മുകളില്. ഇറങ്ങി അടിക്കാനുള്ള ചാൻസിലായിരിക്കും മിക്കവാറും നിൽക്കുന്നത്. ഇറങ്ങി നിൽക്കുന്ന ആളെ മിക്കവാറും നല്ല രീതിയിൽ ടാഗ്, ഓക്സിജനെ നല്ല രീതിയിലൂടെ ടാഗ് ചെയ്യുന്നുണ്ട്. സ്ട്രെല്ല് ഇത് ഇറങ്ങി അവിടെ നമ്മള് സ്റ്റീവ് അവിടെ ഒറ്റയ്ക്ക് ഇറങ്ങി അടിക്കാണ്. ഓക്കെ, അടുത്ത ആൾ ഇറങ്ങി അടിക്കുവാണ്. ചറവറടിയാണ് മൊത്തം. ചിന്ന പിന്നെ അടി. ബാലങ്കി പിക്ക് എടുത്തോടെ എൻജാമി എടുത്തൊരു പിക്ക് എടുത്തിട്ടുണ്ട്. 51 പിക്ക് എടുത്തിട്ടുണ്ട്. അടുത്തത് അവിടെ വളഞ്ഞിട്ട് അടിക്കുവാണ് ജിപ്സിനെ. ജിപ്സിക്ക് അവിടെ പിക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, ജിപ്സിനെ അതിന് മുന്നേ പിക്ക് എടുത്തിട്ടുണ്ട്. ദാമു അവിടെ പിക്ക് എടുത്തിട്ടുണ്ട്. അടിപൊളി. കാണാൻ പറ്റുന്നത് ഇവിടെ കുറച്ചുപേര് ഡൗൺ, അവര് 5 പേരെന്തോ 6 പേരെന്തോ ഡൗൺ ആയിട്ടുണ്ട്. പക്ഷെ വിപ്സി അവിടെ ശരിക്കും പറഞ്ഞാല് ആ വണ്ടി കൊണ്ടെടുത്തത് വണ്ടിയുടെ ടയർ പൊട്ടിയതാണ്. സ്റ്റീവോടെ 2 പേര് ഒരുത്തിന് എടുത്തില്ല, രണ്ടാമത്തവന് 1 HP ആക്കിയടാ. പക്ഷെ അവൻ കിടിലം കളിയാണ് അവിടെ. ഒരാൾ ഇച്ചിരി ഒരു 2 സെക്കൻഡ് പോകുന്ന ബാക്കപ്പ് വന്നിട്ട് ഞാൻ വീഴത്തില്ലായിരുന്നു. പക്ഷെ അവൻ അവിടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ നമ്മള് ഒരാൾ ഡൗൺ ആയനെ. അവൻ അവിടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ നമ്മളെ ടീമിൽ ഓക്സി ഡൗൺ ആയനെ അവിടെ. അത് ചാൻസ് ഉണ്ടായിരുന്നു. എന്താ അവന്മാര് നിർത്തിയ സാധനങ്ങളിൽ നിന്ന് ഇച്ചിരി ചാൻസ് ഉണ്ടായിരുന്നു. കറക്റ്റ് ആയിരുന്നു. പക്ഷെ കഴിഞ്ഞില്ലല്ലോ, കഴിയാൻ ചാൻസ് ഇല്ലല്ലോ. ഇവന്മാര് വരുവാടാ, ഇനിമാര് വരൂല. മറ്റന്മാര് വരും. എന്താ പറയാ, ഞാൻ നേരത്തെ പ്രവചിച്ച പോലെ തന്നെ സ്റ്റീവിന്റെ മീഡിയം പ്ലസ് സ്റ്റീവ് അവിടെ നല്ലൊരു മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. വീഡിയോ വരുന്നു എന്നൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എല്ലാരും കഴിഞ്ഞതാ തോന്നുന്നു. കാരണം എന്താ പറയാ,